നെറ്റിയിലോ കവിളിലോ ഒക്കെ വേദന വന്നാൽ ഉടൻ അത് സൈനസ് ആണെന്ന് കരുതാറുണ്ടോ? എന്നാൽ ഒരു രഹസ്യം പറയട്ടെ. സൈനസ് എന്ന് വിചാരിച്ച് നമ്മൾ സഹിക്കുന്ന പല വേദനകളും യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ ആകാനാണ് സാധ്യത. ഇവ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. മൈഗ്രെയിൻ സാധാരണയായി തലയുടെ ഒരു വശത്തോ അല്ലെങ്കിൽ രണ്ട് വശത്തോ വിങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ള വേദനയായിരിക്കും. ഇതിനൊപ്പം വെളിച്ചവും ബഹളവും ഒന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും ഓക്കാനമോ ഛർദിയും ഒക്കെ ഉണ്ടാകാം. പിന്നെ നടക്കുകയോ മറ്റു ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ വേദന കൂടാം. എന്നാൽ സൈനസ് തലവേദന അത്ര സാധാരണമല്ല. ഒരു ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് സൈനസ് തലവേദന വരുന്നത്. തലവേദനയ്ക്ക് പുറമെ പനി, മൂക്കടപ്പ്, കട്ടി കൂടിയ മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള മൂക്കൊലിപ്പ്, പിന്നെ മുഖത്ത് തൊടുമ്പോഴുള്ള വേദനയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇൻഫെക്ഷൻ മാറുമ്പോൾ ഈ വേദനയും കുറയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൈഗ്രെയിൻ ഉള്ളപ്പോഴും മുഖത്ത് അമർച്ചയും മൂക്കടപ്പും കണ്ണിന് ചുറ്റും വേദനയും വരാം. അതുകൊണ്ടാണ് പലരും ഇത് സൈനസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് സൈനസിനുള്ള മരുന്ന് മാറ്റി കഴിച്ചിട്ടും നിങ്ങളുടെ തലവേദന മാറുന്നില്ലെങ്കിൽ അത് മൈഗ്രെയിൻ ആയിരിക്കാം. കൃത്യമായ പരിശോധനയിലൂടെ രോഗം തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിനുള്ള ആദ്യപടി. മൈഗ്രെയിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യൂ. സ്ഥിരമായി സൈനസ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട.